ഇതെന്താ സംഭവം എന്നറിയോ? മുരിങ്ങക്കായും പരിപ്പും കൂടി തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങക്കായ ഞാൻ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. മുരിങ്ങക്കായും പരിപ്പും ഞാൻ സെപ്പറേറ്റാണ് വേവിച്ചെടുത്തത്. പക്ഷെ ഒരു അബദ്ധം പറ്റിപ്പോയി. ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു ഈ രണ്ട് സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പക്ഷെ ഞാനിവിടെ കടുക് പൊട്ടിക്കാൻ അങ്ങ് മറന്നുപോയി. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആദ്യം കടുക് പൊട്ടിക്കണം കേട്ടോ. എന്തായാലും ഈ മുരിങ്ങക്കായും പരിപ്പും കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നാളികേരത്തിൽ നമ്മുടെ കുഞ്ഞുള്ളിയിലെ കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലേക്ക് കറക്കിയെടുക്കുക. വല്ലാതെ അരച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് ആ അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നിങ്ങളിത് വച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ചോറിനുണ്ടല്ലോ സത്യം പറഞ്ഞാൽ വേറെ കറികളിൽ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. പിന്നെ ഒരു ചൊടിക്ക് വേണമെങ്കിൽ വല്ല അച്ചാറോ എന്തെങ്കിലും ആവാം കേട്ടോ, അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.